സുധി, എന്നെ എന്തിനാണ് ഒഴിവാക്കാൻ നോക്കുന്നത്? നിന്നെ എന്താണ് സുധി, ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ? ശ്യാം, ദയവ് ചെയ്തതിന് ശല്യം ചെയ്യരുത്. എന്തുകൊണ്ട്? ഒരിക്കലും ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? നല്ല ജോലി നേടണം, സമ്പാദിക്കണം, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നും നീ പറഞ്ഞു. ദാ ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ലൊരു കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം ശ്യാം. അസുഖം ബാധിച്ചു കിടക്കുന്ന അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ സഹോദരന് മാത്രം എന്റെ ലോകം. എന്നെ മറക്കണം. എത്ര നിസ്സാരമായിട്ടാണ് സുധി നീ ഇത് പറയുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ദയവ് ചെയ്തെന്നെ കാണാൻ ശ്രമിക്കരുത് പ്ലീസ്. അമ്മ, ഞാൻ പോയിട്ട് വരാവേ. സുധി, ഒരു നിമിഷം. ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവാണ്. സുധി പറഞ്ഞ പോലെ ഞാൻ ഇനി ശല്യപ്പെടുത്താനോ സുധിയെ കാണാനോ വരില്ല. പക്ഷെ മറക്കണമെന്ന് പറഞ്ഞില്ലേ, അതുമാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ശ്യാമിന് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വയ്യാതെ കിടക്കുന്ന അമ്മയെ വിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അതിന് വീടും അമ്മയെ ഉപേക്ഷിച്ചു വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഒന്നിച്ചു കഴിയാം. സുധിയുടെ അമ്മ എനിക്കും അമ്മയെ പോലെ തന്നെയല്ലേ? ഇനിയും എന്നെ വിഷമിപ്പിക്കല്ലേ സുധി, പ്ലീസ്. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വാ, കയറ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. സർ, സർ എന്തു പറ്റി? സർ, എന്താ സർ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും കാണാതെ സാർ ഇവിടെ ഇറങ്ങില്ല. ഒന്നുമില്ലെന്നേ. എടോ, നിങ്ങൾ രണ്ടോ അകത്തിരുന്നാ മതി. സർ, ഓ എടോ, ഇതെന്റെ സ്വന്തം കാര്യമാണ്. മര്യാദയ്ക്ക് യൂറിനൊന്ന് പാസ് ചെയ്തോട്ടെ. സർ, ഇത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമല്ല. ഓക്കെ സർ. അപ്പോ ഓക്കെ. എന്തോ ഓക്കെ. മേഡം അകത്ത് കയറിയിരുന്നു. പറ്റില്ല. അദ്ദേഹത്തിന്റെ സേഫ്റ്റിയാണ് നമ്മുടെ. മേഡം, അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനാ. സർ, ഒന്നുമില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്. അയ്യോ സർ, സോറി. വണ്ടി കയറി. ഓക്കെ. ഓ, ഒരു ഓക്കെ, ഒരു സോറി. കമോൺ ഫാസ്റ്റ്. എന്താ സാറ് വേണ്ടത്? കോഫി പറയാല്ലേ? ആ മതി. 2 കോഫി. ആ ശരി. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. അതെന്താ? ഒന്നും അറിയാത്ത പാവം കൊച്ച്. ഇത്രയും നാളും നീ എന്നെ തീറ്റിട്ടിക്കല്ലായിരുന്നോ? ബാംഗ്ലൂർക്ക് എപ്പോഴാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ് പോണം. തിരിച്ചെപ്പോഴാ വരുന്നേ? വന്നിട്ടിപ്പോ എന്തിനാ? ഒന്നും വേണ്ട. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മിട്ടു ഇപ്പം എന്ത് ചെയ്യോ? ഇവിടെ ഒരു വേലായുധനാശാന്റെ വർക്ക്ഷോപ്പിൽ ജോലിയുണ്ട്. സുധി ഇപ്പം എങ്ങോട്ട് ഇറങ്ങിയതോ? രാധികയുടെ വീട്ടിലോട്ടാ. ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട്. അവളൊരു ചുരിദാർ തയ്ച്ച് കൊടുക്കണം. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. ഓ, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ആ. രാധികയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുവിടാം. ഇല്ല വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. കയറ്. അയ്യോ, ബാഗ് അവിടെ നോക്ക്. ചെല്ലേ. താങ്ക്സ്. ഓക്കെ, ശരി, ശരി. ബൈ. ചേച്ചി, 1 കിലോ ഓറഞ്ച്. ആ, ഇതിലേക്ക് ഇട്ടോ മോളെ. എത്രയാ? 40.
അവിടെ എന്താ ചേച്ചി ആപ്പിൾ എന്താ വില? 100-ന്റെ ഉണ്ട് 120-ന്റെ ഉണ്ട്. ഏതാ വേണ്ടേ? എന്നാ 100-ന്റെ ഒരു കിലോ ഇട്. ചേച്ചി ഒരു വിളിച്ചു മോനെ അതങ്ങ് കൊടുത്തേടാ. വേറെന്താ വേണ്ടേ? ഒന്നും വേണ്ട. മോളെ 40 രൂപ ചില്ലറ വേണേ. മോനെ ഓടിക്കോ. ഹലോ, എവിടെ? ബസ് സ്റ്റാൻഡിലോ? ഓക്കെ, വി ആർ കമ്മിങ്. എന്തേത്? എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല. നടക്കാൻ നടക്ക.